ഒടുവിൽ ഗുണമായി വരുന്ന അത്ഭുതമാണ്. ഈശ്വരൻ ഓരോ കാര്യങ്ങളും ഓരോ കാരണങ്ങൾക്കായി വരുത്തുന്നതാണെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്ര ശരിയാ? അത് വളരെ ശരിയാണ്. പിന്നെ അയാൾ ഡിസ്ചാർജ് ചെയ്ത് വന്നവർക്കൊപ്പം അയക്കട്ടെ എന്ന് ഡോക്ടർ ചോദിച്ചു. അതിനെന്താ, സ്വന്തം കുടുംബക്കാരുടെ ഒപ്പമല്ലേ അയാൾ പോവേണ്ടത്? അതല്ല, നമ്മൾ അയാളെ അവിടെ കൊണ്ട് ആക്കിയതല്ലേ, അതുകൊണ്ടൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അപ്പോ ഇന്ന് തന്നെ അയാളെ ഡിസ്ചാർജ് ചെയ്യൂ? അത് പറഞ്ഞില്ല. നമുക്കേ അയാളൊന്ന് പോയി കാണണ്ടേ അണ്ണ? കാണണം. അപ്പോഴേ അണ്ണം വരുമെങ്കിൽ ഞാൻ വണ്ടി അയക്കാം. ശരി, ഞാൻ അപ്പോഴേക്കും റെഡി ആയി നിൽക്കാം. ഓക്കെ ഓക്കെ അണ്ണ, ശരി. എന്താ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരാളെ ഹോസ്പിറ്റലാക്കിയ കാര്യം? അയാളെ തിരക്കി അയാളുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അവരോടൊപ്പം അയാളെ അയക്കട്ടെ എന്ന് ഡോക്ടർ വിളിച്ചു വെച്ച് പറയാനാ ദാസ് വിളിച്ചത്. അയാളെ കാണാതായപ്പോ ആ വീട്ടുകാര് എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചു കാണുവച്ചാ? അതെ മോളെ, ഇപ്പൊ എന്തായാലും എല്ലാം ഭംഗിയായി തീർന്നില്ലേ? അയാള് പോകുന്നതിന് മുമ്പ് അവരെയൊക്കെ കണ്ടേക്കാം. ഒരു കുടുംബം ഒന്നാവുന്നത് കാണുന്നത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ? അറിയാതെയാണെങ്കിലും ഞങ്ങളും അതിനൊരു നിമിത്തമായതല്ലേ? ശരി മോളെ, പോയിട്ട് വാ. ദാസ് എന്നോട് വണ്ടി അയക്കാന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴേക്കും റെഡിയായി നിൽക്കാം. കുഞ്ഞമ്മേ, പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യത്തില് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാ ഞാൻ കുഞ്ഞമ്മയെ വിളിപ്പിച്ചത്. ശേഖരന്റെ കാര്യത്തെ കുറിച്ചാണ് മോള് സംസാരിക്കുന്നേ? അതെ. ആ ഫോട്ടോയില് കണ്ടത് ഇന്ദ്രേട്ടന്റെ അച്ഛൻ തന്നെയാണെന്ന് കുഞ്ഞമ്മയ്ക്ക് നല്ല ഉറപ്പാണോ? ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അത് ശേഖരൻ തന്നെയാ. അതാ ഫോട്ടോ കണ്ടപ്പോ ഞാൻ നിന്നെ കാണാൻ വന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞൊരു സ്ത്രീ ആശുപത്രിയിൽ വന്നല്ലോ, അതാ എന്റെ ഒരു സംശയം. അതൊന്നും എനിക്കറിയില്ല മോളെ, പക്ഷെ ശേഖരന്റെ മുഖം എനിക്ക് കൃത്യമായിട്ട് അറിയാം. അല്ല, കുഞ്ഞമ്മ ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് സംശയം തോന്നിയത്. ഈ ശേഖരൻ എന്ന് പറയുന്നവനും അത്ര ക്ലീനായ ആളൊന്നും അല്ലല്ലോ. സുശീലയെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അയാൾ വേറെ കല്യാണം കഴിച്ചോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതും ശരിയോ? പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിലെ സത്യം ബോധ്യപ്പെടണം. മോളെ, നീ ഈ കാര്യങ്ങൾ ഇന്ദ്രനോട് സംസാരിച്ചില്ലേ? ഇന്ദ്രേട്ടന് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല കുഞ്ഞമ്മ. പിന്നെ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയ അച്ഛനോടുള്ള വെറുപ്പും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോവരുതെന്ന എന്നോട് പോലും പറഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്കിതങ്ങനെ വിട്ടുകളയാൻ തോന്നില്ല കുഞ്ഞമ്മ. സ്വന്തം വീട്ടിൽ അനാഥനെ പോലെ കഴിയേണ്ട അവസ്ഥയല്ല ഇന്ദ്രേട്ടനിപ്പോ. സഹോദരങ്ങളായി സ്നേഹിച്ചവരും ആരും അല്ലാത്ത അവസ്ഥ. അതിനൊരു മാറ്റം വരണമെങ്കിൽ സത്യനും സോനയും ഇന്ദ്രേട്ടന്റെ രക്തമാണോന്ന് അറിയണം. അത് പറയാൻ